സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. നമ്മൾ ഗ്ലോബൽ മലയാളി ന്യൂസിലും സുഭാഷിതം ചാനലിലും വളരെ കൃത്യമായി ഒരു ചെറുപ്പക്കാരനെ തല്ലി ഒടിച്ച കഥ കൃത്യമായി പറഞ്ഞിരുന്നു. ആയിരങ്ങളാണ് ആ വീഡിയോ കണ്ടത്. ഒരു പൂജാരി, ഞാൻ പൂജാരി 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 എന്ന് പലവട്ടം പറയുന്നത് ഈ നാട്ടിലെ പൂജാരി ആകുന്നെങ്കിൽ ചില ബേസിക് ഗുണങ്ങൾ ആവശ്യമുണ്ട്. അത് ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആൾ പൂജാരി ആയാലും അവർക്കൊക്കെ ചില ബേസിക് ഗുണങ്ങൾ നമ്മൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. മദ്യപിക്കുക, അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പൂജാരിമാർ കഴിക്കാറില്ല. അതുപോലെ തന്നെ മറ്റൊരുപാട് ദുശീലങ്ങൾ, സ്ത്രീകളോടുള്ള സമീപനം, ലഹരി പദാർത്ഥം, ഇതെല്ലാം ഇല്ലാത്ത ഒരാളായിരിക്കും സാധാരണ പോറ്റിയായൊക്കെ വരുന്നത്. അങ്ങനെ പൂജാരി ആയിരുന്ന ഒരു മനുഷ്യൻ, ഒരു സുജിത്ത്, മാത്രമല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള സുജിത്ത് വളരെ കൃത്യമായി അവരുടെ അമ്പലത്തിന്റെ അടുത്ത് പോലീസ് വണ്ടി വന്ന് 4-5 പേർ മദ്യപിച്ചുകൊണ്ട്, അവർ മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് മദ്യപിച്ചല്ല, മറ്റെവിടെ ഇരുന്നിട്ട് മദ്യപിച്ച് വന്നവരാണ്. പക്ഷെ അവരെ വിളിച്ച് ഊതടാന്ന് പറഞ്ഞു. മദ്യപിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങിക്കൂടാന്നൊന്നും ആരും പറയുന്നില്ലല്ലോ, വണ്ടി ഓടിച്ചൂടാന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് ഊതാൻ പറഞ്ഞ് അവരെ പുളിച്ച തെറി പറഞ്ഞപ്പോൾ, ആ തെറി എന്തിനാ സാറേ പുളിച്ച തെറി പറയുന്നത്, ഇന്ന് നല്ല ദിവസമല്ലേ, ഉത്സവമായ ദിവസമല്ലേ എന്ന് ചോദിച്ച ഒറ്റ കാരണം കൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ വണ്ടിയിലെടുത്തിട്ട് വണ്ടിയിൽ അങ്ങോളം ഇങ്ങോളം ഇടിച്ചു. മാത്രമല്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് പപ്പടമാക്കി. അതിന്റെ CCTV പുറത്ത് വന്നിട്ടുള്ള ഫുട്ടേജ് പുറത്തു വന്നത് കുറച്ചേ ഉള്ളൂ. ബാക്കി റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഇട്ടും വല്ലാതെ ഇടിക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്റ്റേഷനിലെ കുന്നംകുളം സ്റ്റേഷനിലെ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി അവിടെ ഇട്ടും വല്ലാതെ ഇടിക്കുന്നുണ്ട്. കക്കയം ക്യാമ്പിനെ ഉത്ബോധിപ്പിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ACV സ്റ്റുഡിയോ ഇരിക്കുന്ന, ചാനലിന്റെ സ്റ്റുഡിയോ ഇരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അതിന്റെ മുകളിലായിരുന്നു തിരുവനന്തപുരത്ത് അടിയന്തരാവസ്ഥ കാലത്തിൽ കൊണ്ടിട്ട് ആളുകളെ ഇടിക്കുന്ന, ഉരുട്ടുന്ന സ്ഥലം. അതുപോലെ രാജനെ കൊന്നത്, രാജനെ ഉരുട്ടിയത് കക്കയം ക്യാമ്പിൽ വെച്ചായിരുന്നു. കോഴിക്കോടുള്ള കക്കയം ഡാമിനടുത്തുള്ള കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ചായിരുന്നു. എന്തൊക്കെയാണ് ചെയ്തത്? എന്താണ് പോലീസ് ഇതുവരെ മാറാത്തത്? ഈ ചെറുപ്പക്കാരനെ ഉരുട്ടി ചവിട്ടി എന്തൊക്കെയാണ് ചെയ്യുന്ന സുജിത്ത് എന്ന് പറയുന്ന കൂട്ടുകാരനെ. പക്ഷേ ആ സുജിത്ത് പുറത്തിറങ്ങിയപ്പോൾ സുജിത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വർഗീസ് ഉണ്ട്. രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. വർഗീസും യൂത്ത് കോൺഗ്രസിന്റെയോ പ്രസിഡന്റോ മറ്റോ ആണ്, ബ്ലോക്ക് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റ്. വർഗീസ് പറഞ്ഞു, എടാ നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. വളരെ കൃത്യമായി 2 വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ട് കോടതികളും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനും ഒക്കെ കയറി ഇറങ്ങി ആ ഫുട്ടേജ് പുറത്തു കൊണ്ടുവന്നു. അതിനുവേണ്ടി പണിയെടുത്ത വർഗീസിനകത്തൊരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ സുജിത്ത് 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെ രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ പണം തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ കൃത്യമായി ആ പണം വേണ്ട എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഒരു സേനയിലെ പുഴുക്കുത്തുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന സുജിത്തിന് 2ാമത്തെ ബിഗ് സല്യൂട്ട്. 3ാമതൊരു കാര്യമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ എല്ലാ സോഷ്യൽ മീഡിയയും, ഡിജിറ്റൽ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഏറ്റെടുത്തൊരു വിഷയമാണ്. സഖാവ് പിണറായി വിജയൻ കൃത്യമായി, താങ്കൾ മുഖ്യമന്ത്രിയാണ്, താങ്കളുടെ ആഭ്യന്തര വകുപ്പിലാണ് നടന്നിരിക്കുന്നത്. 2 വർഷം മുമ്പാണെങ്കിലും താങ്കളായിരുന്നു മുഖ്യമന്ത്രി. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഈ ഓണത്തിന് നിങ്ങൾ എടുക്കുന്ന നല്ലൊരു തീരുമാനമായിരിക്കും ഈ 4 പേരെ സർവീസിൽ നിന്ന് കളയുക. അതിൽ ഒരാൾ റവന്യൂ വകുപ്പിൽ പോയി. രാജൻ മന്ത്രിയോട് പറയാനുള്ളത് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്നല്ല, ഡിസ്മിസ് ചെയ്യണം. ഇങ്ങനെയുള്ളവർ സേനയിലും വേണ്ട, സർവീസിലും വേണ്ട. അവരുടെ കുടുംബത്തിൽ എന്നാണോ സുജിത്തിനെ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് ഇടിച്ചത് ആ ദിവസം മുതലുള്ള ശമ്പളം തിരിച്ചു പിടിക്കണം. എല്ലാ ശമ്പളവും എല്ലാം തിരിച്ചു പിടിച്ച് വേണമെങ്കിൽ അവരുടെ സ്വത്ത് വരെ കണ്ടുകെട്ടിയാലും കുഴപ്പമില്ല. ആ കുടുംബത്തിന് ഇനി ജീവിക്കാൻ അവകാശമില്ല. ഇങ്ങനെയുള്ളൊരു കുടുംബം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. വളരെ കൃത്യമായി പറയണം. 4 പേർക്ക് ചേർന്ന് വേറൊരു ഡ്രൈവർ ഇടിച്ച കാര്യം പറയുന്നത്, ഡ്രൈവർ പക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിനകത്തുനിന്ന്, എങ്കിൽ 5 ഉണ്ട്. 5 പേർ ചേർന്ന് വളരെ കൃത്യമായി ഒരു ചെറുപ്പക്കാരനെ, കല്യാണം പോലും അദ്ദേഹത്തിന് വിവാഹം ഇപ്പൊ ആവുന്നതേ ഉള്ളൂ. ഇനി എത്ര കാലം അദ്ദേഹം കഴിയാനുള്ളത്? എന്തെല്ലാം അസുഖങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ ഹാർട്ടിനും ഹൃദയത്തിനും നെഞ്ചിലും ഓരോ ശരീരഭാഗത്തിനും ചതവേറ്റിട്ടുണ്ടെങ്കിൽ, മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. എന്തെങ്കിലും ചിന്തയുണ്ടോ ഈ 4 പോലീസ്? എന്തിനാണ് നിങ്ങൾ തല്ലിയത്? അയാൾ മോഷ്ടിച്ചോ? അയാൾ കൊലപാതകം ചെയ്തോ? തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് തല്ലിയതാണോ? നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ കോംപ്ലക്സ്, എന്തിനാ സാറേ പുളിച്ച തെറി പറയുന്നത് എന്ന് ചോദിച്ചതിന്റെ ഈഗോ, ഒരു കോംപ്ലക്സ് നിങ്ങൾ തീർക്കുന്നത്. 1 അടി കൊടുത്തു, 2 അടി കൊടുത്തു, ഓക്കെ, ചിലപ്പോൾ അതൊക്കെ പോലീസുകാരന്മാർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട് ഈ നാട്ടിൽ. നടയടി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. വലതുകാല് വെച്ച് കയറിയാൽ എന്തിനാടാ ഐശ്വര്യം കൊണ്ടുവരാനാണാടാ വന്ന് ചോദിക്കും. ഇടതുകാല് വെച്ച് കയറിയാൽ മുടിച്ചു കളയാനാണോടാ എന്ന് ചോദിക്കും. 2 കാലം കൊണ്ട് കയറിയാൽ ചാടിക്കയറിയാൽ തവളച്ചാട്ടമാണ് ചോദിക്കും. അങ്ങനെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഇന്നും വളരെ അതപ്പതിച്ച 16ാം നൂറ്റാണ്ടിലെ കിരാതന്മാരായ പോലീസായിട്ടാണ് പോലീസ് സേനയിലെ ഒരു വിഭാഗം നിൽക്കുന്നത്. പക്ഷെ മഹാഭൂരിപക്ഷം അങ്ങനെയല്ല.
അവർ ജനമൈത്രി പോലീസ് നടത്തുന്നു, കാരുണ്യ പ്രവർത്തനം നടത്തുന്നു, രക്തദാനം നടത്തുന്നു, അവർ റോഡിൽ വളരെ മനോഹരമായ ട്രാഫിക് നിയന്ത്രിക്കുന്നു, സമരങ്ങൾ നിയന്ത്രിക്കുന്നു. വളരെ കൃത്യമായി സ്തുത്യർഹമായ സേവനം നടത്തുന്നവരാണ് മഹാഭൂരിപക്ഷവും. ഒരു തർക്കവുമില്ല. ഏത് കേസും സ്വതന്ത്രമായി അവകാശപ്പെട്ടാൽ, സ്വതന്ത്രമായ ഒരു കൈ അയച്ചു വിട്ടാൽ ഏത് കേസും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന മഹത്തായ സ്കോട്ട്ലാൻഡിനേക്കാൾ വലിയ പോലീസാണ് കേരളത്തിലുള്ളത്. പക്ഷെ ആ പോലീസ് എനിക്ക് അപമാനമാണ് ഈ 4 പേർ. അതുകൊണ്ട് പോലീസ് അസോസിയേഷൻ, നിങ്ങളുടെ അസോസിയേഷനിലെ അംഗങ്ങളാണെങ്കിലും നിങ്ങൾ പ്രസ്താവന ഇറക്കണം. ഇവർ ഇനി സേനയിൽ വേണ്ട, ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടണം, ഇവരെ പറഞ്ഞു വിടണം. അത് യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ടല്ല, DYFI ആയാലും SDP ആയാൽ പോലും, ഏത് പാർട്ടി ആയാലും, BJP ആയാലും, സംഖ്യയായാലും, RSS ആയാലും, യുക്തിവാദിയായാലും, ഭക്തിവാദിയായാലും, ഒന്നിലും വിശ്വസിക്കാത്തവനായാലും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ പോലീസ് സ്റ്റേഷൻ ആരാണ് അവകാശം കൊടുത്തത്? ഇതിൽ നിന്നുള്ള പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ചാനൽ പറയുന്നു, സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും, മുഴുവൻ മുറികളിലും ബാത്റൂം, ദൂരെയാണെങ്കിൽ ബാത്റൂമിലും, കാരണം സ്റ്റേഷനകത്ത് ബാത്റൂം ഇല്ലെങ്കിൽ പുറത്ത് ബാത്റൂം ആണെങ്കിൽ അവിടെ കൊണ്ടിട്ടിരിക്കും, സ്റ്റേഷന്റെ പുറത്തും, അതായത് ആ കാമ്പൗണ്ടിന്റെ എല്ലാ ഭാഗത്തും CCTV വെച്ച് ഇത് സെൻട്രലൈസ്ഡ് സർവൈലൻസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞു. അത് DGPയുടെ ഓഫീസിലും സംസ്ഥാന ജില്ലാതല ഓഫീസുകളിലും ട്രാഫിക് പിടിക്കാൻ വേണ്ടി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള CCTV സർവൈലൻസ് ഉണ്ടല്ലോ, അതുപോലെ എല്ലാ സ്റ്റേഷനുകളിലും, അത് വാടക കെട്ടിടമായാലും നല്ല കെട്ടിടമായാലും മോശം കെട്ടിടമായാലും, ആ സ്റ്റേഷൻ കാമ്പൗണ്ടിനോ സ്റ്റേഷനകത്തോ വെച്ച് ഒരു മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും, ഒരു ഇടിയുടെ ശബ്ദം പോലും കേൾക്കാത്ത രീതിയിൽ പോലീസ് സ്റ്റേഷനെ നവീകരിക്കുമ്പോഴാണ് മിസ്റ്റർ പിണറായി വിജയൻ മുഖ്യമന്ത്രി അങ്ങ് മഹാനാകുന്നത്. ഒരുപക്ഷെ അങ്ങയുടെ ജീവിതത്തിൽ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഈ നാടിന് വേണ്ടി ചെയ്തിട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അതായിരിക്കും. താങ്കളുടെ തുരങ്കപാതയോ മറ്റൊന്നുമല്ല വിഷയം, ഇതാണ് സമൂഹത്തിന്റെ വിഷയം. ഇവിടെ ഒരു ദരിദ്രനും പാവപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും സ്റ്റേഷനിൽ പോകാൻ കഴിയണം. അവൻ ഇന്ത്യൻ പൗരൻ എന്നുള്ള അവകാശം അവന് കിട്ടണം. അത് നമ്മൾ ഭരണകൂടം ഉറപ്പുവരുത്തണം. ഈ വിഷയത്തിൽ ഗവർണർ ഇടപെടണം, കോടതികൾ ഇടപെടണം, DGP അടിയന്തരമായി ഇടപെടണം. എല്ലാ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകട്ടെ. പൊതുസമൂഹത്തിന്റെ വലിയ ഇടപെടൽ ഇതിനകത്ത് ആവശ്യമാണ്.